ഇന്ത്യൻ ഹിസ്റ്ററി, അതായത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്തൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം? നമ്മുടെ ഇന്ത്യയിലൂടെ ഗ്രീക്കുകാർ, ചൈന, യൂറോപ്യൻസ് പലരും ഇന്ത്യയിലെ ട്രാവലേഴ്സ് ആയിട്ടും നമ്മുടെ ഇതിലൂടെ അംബാസിഡർ ആയിട്ടും കടന്നു പോയിട്ടുണ്ട്. അതിലൊരാളാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്ന രാജാവായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ. അപ്പോൾ ഈ മൗര്യ കാലഘട്ടത്തിൽ വന്നൊരു ട്രാവലർ ആയിരുന്നു മെഗസ്തനീസ്. അദ്ദേഹം അപ്പോൾ എന്ത് ചെയ്തു? ഈ മെഗസ്തനീസ് വന്നപ്പോൾ നമ്മൾ എന്തായാലും ഇന്ത്യക്കാർ നമ്മൾ സ്വാഗതം ചെയ്യും. യൂറോപ്യൻസ് നമ്മളെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വാഗതം ചെയ്യും. അങ്ങനെ സ്വാഗതം ചെയ്യുമ്പോൾ അതിൽ ഇമ്പോർട്ടൻസ് ഒരാളെ പേരാണ് മെഗസ്തനീസ്. ഈ മെഗസ്തനീസ് ഒരു അടിപൊളി നല്ലൊരു ബുക്ക് രചിച്ചു. മിസ് ഇപ്പോഴത്തെ ഒരു ന്യൂ ടെക്നോളജി വേർഡ് അടിപൊളിയല്ല, പിന്നെ അടിപൊളി എന്ന് മിസ് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. കറക്റ്റ് അത്രയും നല്ലൊരു ഗുഡായിട്ടൊരു ബുക്ക് രചിച്ചു. അതിൻ്റെ പേരാണ് ഇൻഡിക്ക. ഓക്കെ, അതിൽ അദ്ദേഹം എന്താ എഴുതിയത്? അദ്ദേഹം എന്ത് എഴുതും? അദ്ദേഹം കണ്ട കാര്യങ്ങൾ, അതായത് ട്രാവലേഴ്സ് ആണെങ്കിലും അംബാസിഡേഴ്സ് ആണ് ഇതിൽ കടന്നു പോകുന്ന ഗ്രീക്കുകാരാണെങ്കിലും പിന്നെ ചൈനക്കാരാണെങ്കിലും റോമൻസ് ആണെങ്കിലും യൂറോപ്യൻസ് ആര് നമ്മൾ ഇന്ത്യയിലൂടെ കടന്നു പോയാലും ഇന്ത്യയിലുള്ള സംഭവങ്ങൾ കാണും. ഇവരെന്ത് എഴുതും? ജസ്റ്റ് എഴുതും, പല കാര്യങ്ങളും എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ച ബുക്കാണ് ഇൻഡിക്ക. അത് ആരാണ്? മെഗസ്തനീസ്. കാരണം അദ്ദേഹം വരുമ്പോൾ ഇവിടുത്തെ രാജാവ് ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഓക്കെ, ചന്ദ്രഗുപ്ത മൗര്യനാണ്. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലഘട്ടത്തിലുള്ള എല്ലാ ഇമ്പോർട്ടൻസ് നടന്ന കാര്യങ്ങളൊക്കെ ആരെ എഴുതിയിട്ടുണ്ടാവും? ഇൻഡിക്കയിൽ എഴുതി. അതുകൊണ്ടാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നതില്ല. അന്ന് അദ്ദേഹം അത് എഴുതി വെച്ചോണ്ടല്ലേ നമുക്ക് പിന്നീട് ഇപ്പം മിസ്സിന് ഇങ്ങോട്ട് പറയാൻ പറ്റുന്നതും സിലബസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതും. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹിസ്റ്ററി, ഹിസ്റ്ററിയുടെ പ്രാധാന്യം മനസ്സിലായല്ലോ. കാരണം ഇതൊക്കെ ഒന്നുമില്ല നമുക്ക് സിലബസ് ഉണ്ടാവും, നമുക്ക് പഠിക്കാൻ മിസ്സിന് വിഷയങ്ങൾ ഉണ്ടാവോ? വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളതുകൊണ്ടാണ്. കാരണം പ്രൂഫുകൾ, പണ്ടത്തെ പ്രൂഫുകളാണ് ഹിസ്റ്ററിയായി മാറുന്നതും പിന്നീട് അത് സിലബസിലേക്ക് ഉൾപ്പെടുത്തുന്നതും നമ്മളൊരു പാഠ്യ വിഷയമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതും. അപ്പോൾ മറ്റുള്ള സബ്ജക്റ്റ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല മിസ് പറയുന്നത്. പക്ഷേ ചരിത്രം എന്ന് പറയുന്നൊരു ഇമ്പോർട്ടൻറ്റ് സംഭവം ഇല്ലെങ്കിൽ നമുക്ക് എന്തില്ല? ഒരുവിധം സബ്ജക്റ്റുകളൊന്നും, ഒരുവിധം എന്നല്ല, ഈ ഒരു സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ഈ ഒരു ചരിത്രപരമായിട്ട് പല കാര്യങ്ങളും നമുക്ക് കിട്ടാതെ പോകും. കാരണം നമ്മുടെ ആർക്കിയോളജിസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെയൊക്കെ മനസ്സിലാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രധാനപ്പെട്ട വേദങ്ങൾ ഇതിലും ചോദിക്കുന്നുണ്ട് കേട്ടോ. ടെക്സ്റ്റിൽ കറക്റ്റ് കൊടുത്തിട്ട് ഋഗ്വേദ, സാമ, അത് നിങ്ങൾ എഴുതുക. ദ കണ്ടെയ്ൻ സ്റ്റോറി ഓഫ് പ്രീവിയസ് ഓഫ് ഗൗതമ ബുദ്ധ ആൻഡ് ജൈനിസം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുണ്ടായ രണ്ട് മതങ്ങളെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് മതങ്ങളാണ് ജൈന മതം ആൻഡ് ബുദ്ധമതം. ആർക്കിയോളജി നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ കോയിൻസ്. ഓക്കെ, ദ സ്റ്റഡി ഓഫ് കോയിൻസ് ഈസ് നോട്ട് ന്യൂമിസ്മാറ്റിക്. ഓക്കെ, അതും ഒരു മാർക്കിൽ ചോദ്യം വരും. ന്യൂമിസ്മാറ്റിക്സ്. എന്താണ് ന്യൂമിസ്മാറ്റിക്സ്? ഇസ് ദ സ്റ്റഡി ഓഫ് കോയിൻസ്. അത് ചിലപ്പോൾ ഒരു മാർക്കിനോ 2 മാർക്കിനോ വരാനെന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ന്യൂമിസ്മാറ്റിക്സ്. ഓക്കെ, ന്യൂമിസ്മാറ്റിക്സ് അതായത് സ്റ്റഡി. മിസ് ഇവിടെ കോയിൻ എഴുതുന്നുണ്ട് കേട്ടോ. കോയിൻ അതായത് നാണയം എന്ന് പറയും അല്ലേ? മലയാളത്തിൽ എന്ത് പറയും? നാണയം. കോയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനത്തെ, കോയിനെ പറ്റി വെച്ചിട്ട് പ്രൂഫ് വെച്ചിട്ട് പഠിക്കാം. അതായത് ആ കോയിനിൽ അടയാളപ്പെടുത്തിയ വർഷങ്ങൾ, ചിലപ്പോൾ തലകളൊക്കെ ഉണ്ടാവും. മീൻസ് ഹെഡ്, ആ ഭരിച്ചിരുന്ന രാജാവിൻ്റെ തലയൊക്കെ ചിലപ്പോൾ കോയിനിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. നമുക്ക് ഇപ്പോഴത്തെ നമ്മളിപ്പോൾ 2025 ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ നോട്ടിലൊക്കെ ഇപ്പോൾ മഹാത്മാഗാന്ധിൻ്റെ ഇതില്ലേ തല ഉണ്ടല്ലോ. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ കോയിനിൽ നമ്മുടെ മഹാത്മാഗാന്ധി ഒന്നുമില്ല. നമ്മൾ 2025 നമ്മളെല്ലാവരും മരിച്ചുപോയി. കുറേ 2060, 2070, ചിലപ്പോൾ 3000 എത്തും. കാലഘട്ടം 3000 ആണ്ടിൽ 3000ത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളൊക്കെ മടിച്ച് മണ്ണടി. അപ്പോൾ നമ്മളൊക്കെ പ്രൂഫ് എന്താ? അന്ന് മഹാത്മാഗാന്ധിയുടെ തല വെച്ചിട്ടായിരുന്നു നോട്ട് ഉണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു. ഇതൊക്കെ ചരിത്രങ്ങളാവണമെങ്കിൽ അതിനെ പ്രൂഫുകളൊക്കെ ഇപ്പം തന്നെ വെച്ചിരിക്കണം, എന്നാലല്ലേ പിന്നെ ഹിസ്റ്ററി ഉണ്ടാവുള്ളൂ. അപ്പോൾ മിസ് പറയുന്നത് കോയിൻസ് ആണ്. ആ സമയത്ത് ഇറങ്ങിയ കോയിൻസിൽ ചന്ദ്രഗുപ്ത മൗര്യാസിൻ്റെ കാലഘട്ടമാണെങ്കിൽ മൗര്യ രാജാവിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ കോയിനിലുണ്ടാവും, വർഷങ്ങളുണ്ടാവും. അപ്പം നമുക്കത് എന്തായി മാറി? നല്ലൊരു പ്രൂഫായി മാറി. ഓക്കെ, അതൊരു പ്രൂഫായി മാറി. അപ്പോൾ കോയിൻസ്, ദ സ്റ്റഡി ഓഫ് കോയിൻ ആണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വേദാസ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ജോഗ്രഫിക്കൽ സെറ്റിംഗ്സ് ആൻഡ് ഹിസ്റ്റോറിക് കൾച്ചർ ഇൻ ഇന്ത്യ. അപ്പോൾ കൾച്ചറിൽ വരുന്നതാണ് നമ്മുടെ ലിറ്ററേച്ചർ, ഇവരുടെ സാഹിത്യങ്ങളും രചനകളും കാര്യങ്ങളൊക്കെ.
ഓക്കെ, ജസ്റ്റ് മിസ് ടെക്സ്റ്റ് ഒന്ന് വായിക്കാം. അതായത് ഇതിൽ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അന്നത്തെ ആയുധങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്ന. And then they used to cut into trees or digging in the roots, and clovers had big faced edge, and they were made of splitting objects like trunk of trees. The choppers were massive cork tools. അതായത് ട്രീസ്, മരങ്ങൾ വെട്ടി അല്ലെങ്കിൽ മരത്തിൻ്റെ പലതരം ടൂൾസ് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ, ഇന്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അങ്ങനത്തെ ഒരു സംഭവം. പണ്ട് കാലത്തെ ആളുകൾ എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു? ഈ മൃഗങ്ങളെ വേട്ടയാടാനും അവർക്ക് പ്രൊട്ടക്റ്റ്, നന്നായി ജീവിതം രക്ഷിക്കേണ്ടേ, നമ്മുടെ ജീവൻ അപകടത്തിലാവാൻ പറ്റില്ലല്ലോ. അപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ പല ടൂൾസും ഉപയോഗിച്ചിരുന്നു. ടൂൾസിന് പ്രത്യേക എന്തില്ല, ആകൃതിയില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാലിയോളത്തിക് സൈറ്റ്സ്, അതായത് പാലിയോളത്തിക്കും നിയോളത്തിക്കും എന്നാണ് കുറേ, അതായത് പ്രാചീന കാലഘട്ടം, നവീന കാലഘട്ടം എന്ന് പറഞ്ഞ്, മധ്യകാലഘട്ടം എന്നൊക്കെ പറഞ്ഞ് 3 തരമായിട്ട് നമ്മുടെ വേദിക് ഏജ് അല്ലെങ്കിൽ നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് ഏജ് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോരോ പ്രത്യേകത ഓരോരോ കാലഘട്ടത്തിലുണ്ട് അല്ലേ. Geographical distribution of Paleolithic age and the geographical distribution of Paleolithic sites suggests these cultures were spread throughout length and breadth of Indian subcontinent. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ, നമ്മളെ ഈ ഇന്ത്യൻ സംസ്കാരത്തിലെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഏത്? ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാലിയോളത്തിക് സൈറ്റ്. മധ്യപ്രദേശ് റോക്ക് ഷെൽട്ടർ ഓഫ് ഭിംബേദ്ക നിയർ ഭോപ്പാൽ, ഭോപ്പാലിൻ്റെ അടുത്ത് ഭിംബേദ്ക മധ്യപ്രദേശിലാണ്. റോക്ക് ഷെൽട്ടർ മീൻസ് പാറ കൊണ്ടുള്ള ഷെൽട്ടർ. ഇതൊക്കെ എന്താണ്? പ്രൂഫുകളാണ്. ഏത് കാലഘട്ടത്തിലെ പ്രൂഫാ മിസ് പറഞ്ഞത്? ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് പാലിയോളത്തിക് ഏജിൽ ഇവരിങ്ങനെയൊക്കെ പ്രൂഫുകൾ, ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. സബ്സിസ്റ്റൻസ് പാറ്റേൺ, ദ പാലിയോളത്തിക് പീപ്പിൾ പ്രാക്ടീസ്ഡ് ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗ്യാതറിങ് ഓഫ് ദിയർ സബ്സിസ്റ്റൻസ് അല്ലേ. അവർ എന്ത് ചെയ്തു? ഫുഡ് ഗ്യാതറിങ്, ഫുഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഹണ്ടിങ് ചെയ്തിരുന്നു. പിന്നെ കൃഷി ഉണ്ടായിരുന്നു. ഹണ്ടിങ്, കട്ടിങ്, ഡിഗിങ് ആൻഡ് അതർ പർപ്പസ്. ദേ ലാബ് ദ നോമാഡിക് ലൈഫ് ഫ്രോം മൈഗ്രേറ്റഡ് പ്ലേസ് ആൻഡ് വർ പ്ലാന്റ് ടു ആനിമൽ റിസോഴ്സസ്. അതായത് പ്ലാന്റ് ആൻഡ് ആനിമൽ റിസോഴ്സസ് ആണ്. ആനിമൽ റിസോഴ്സസ് ആകുന്നത് എങ്ങനെയാണ്? ആനിമലാണ് ഇവർ ചില ഭക്ഷണങ്ങളൊക്കെ, മുയലിനൊക്കെ ചിലപ്പോൾ എന്താക്കിയിട്ടുണ്ടാവും? തീയിലൊക്കെ വേവിച്ച് തിന്നിട്ടുണ്ടാവും. മാനിനൊക്കെ തീയിൽ വേവിച്ച് തിന്നിട്ടുണ്ടാവും. അപ്പോൾ ഭക്ഷണങ്ങളാണ് ആര്? മൃഗങ്ങൾ. എങ്ങനെ? അതുകൊണ്ടാണ് എന്താണ് ഫുഡ് റിസോഴ്സസ് ആയി മാറുന്നത്. ഓക്കെ, അപ്പോൾ ഫുഡ് അവർക്ക് എന്താണ്? ഇതൊക്കെ തന്നെ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളൊക്കെ ഇവർ വേവിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാന്റ്സ്, അതായത് അവർ ചെടികളും കുഞ്ഞു കുഞ്ഞു കൃഷി രീതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ടൂൾസ് ഓഫ് മെസോലിത്തിക് പീരീഡ്. ആ സമയത്ത് മെസോലിത്തിക് പീരീഡ് ഉണ്ടായിരുന്നു. മെസോലിത്തിക് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? Mesozoic period were very small size of length from were largely made of the cheaper of flaked pieces, and some these tools have geometric forms of triangles. അപ്പോൾ അവർ കുറച്ച് ബുദ്ധി വെച്ചിരുന്നു. മെസോലിത്തിക് ആയപ്പോഴേക്കും, ലോഹയുഗങ്ങളായപ്പോഴേക്കും കുറച്ചൊരു ബ്രെയിൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇവർ ഓരോ കല്ലുകളും ഓരോരോ രൂപത്തിലും ഷേപ്പിലും ആക്കി നിർമ്മിക്കാൻ തുടങ്ങി. പെട്ടെന്ന് കൂർത്ത കല്ലുകൾ, എന്തിനാണ്? മൃഗങ്ങളൊക്കെ എറിഞ്ഞു വീഴ്ത്താൻ പറ്റുന്ന കല്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി മെസോലിത്തിക് ഏജിൽ. ഓക്കെ, കല്ലിൻ്റെ പലതരം ചിത്രങ്ങളും. ദെൻ സബ്സിസ്റ്റൻസ് പാറ്റേൺ, ദ മെസോലിത്തിക് പീപ്പിൾ സ്റ്റിൽ ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ്. ദെൻ നൗ ദർ വാസ് എ ഷിഫ്റ്റ് ഓഫ് പാറ്റേൺ ഹണ്ടിങ് ഫ്രം ബിഗ് ആനിമൽസ് ആൻഡ് പാലിയോളിത്തിക് പീരീഡ് ടു ദി സ്മോളർ ആനിമൽ ആൻഡ് ഗുഡ് ബി അറ്റാക്ക്ഡ് ഹെൽപ്പ് ഓഫ് ബോസ് ആൻഡ് ആരോസ്. അമ്പും വില്ലും. പാലിയോളിത്തിക് ഏജിൽ അമ്പും വില്ലും ഉപയോഗിച്ച് ഇവർ മൃഗങ്ങളെ വേട്ടയാടുന്നു. പക്ഷേ നിയോളിത്തിക് ഏജ് ആൻഡ് പുതിയൊരു നവീന യുഗത്തിലേക്ക് കടക്കുമ്പോൾ അമ്പും വില്ലിന്ന് മാറിയിട്ട് ഇവർ കത്തികളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇങ്ങനെ കത്തി മീൻസ് ഇവർ കരിങ്കലൊക്കെ മൂർച്ചയാക്കി, അത് മൂർച്ച കൂടുമ്പോൾ മൃഗങ്ങളെ പെട്ടെന്ന് വീഴ്ത്താൻ പറ്റുന്നുണ്ട്. ആർക്ക് മനസ്സിലായി? നിയോളിത്തിക് റവല്യൂഷൻ. അതിനാണ് എന്താണ് നിയോളിത്തിക് റവല്യൂഷൻ, നവീന വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. പുതിയൊരു ജീവിതമാണ്, പുതിയ നവീകരണം. ഈ പ്രീ ഹിസ്റ്റോറിക് പാലിയോളത്തിക്കും മെസോലിത്തിക്കൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വരുന്നതാണ് നിയോളിത്തിക്. സംടൈംസ് ദ പീരീഡ് ഇസ് ടേംസ് നിയോളിത്തിക് റവല്യൂഷൻ ഇസ് ദ ബേസിസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് മാൻ സോഷ്യോ എക്കണോമിക് ലൈഫ്. എന്താണ് നിയോളിത്തിക് എന്നുള്ളത്? നിയോ മീൻസ് പുതിയ, ന്യൂ എന്ന വേർഡാണ് നിയോ. നിയോളിത്തിക് ഏജിലാണ് ആളുകൾ എന്ത് തുടങ്ങിയത്? നിയോളിത്തിക് ഏജിലാണ് ഇവർക്ക് സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും കുറേ മാറ്റങ്ങൾ വന്ന കാലഘട്ടമാണ് എന്ത്? ജോർദൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത വേദിക് പീരീഡ് പറഞ്ഞു, ആര്യൻസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ മിസ് എന്താ പറഞ്ഞത്? പിന്നെ ഇവർക്ക് നിയോളിത്തിക് ഏജിന് എന്തെന്നും പറയുന്നു? നിയോളിത്തിക് റവല്യൂഷൻ എന്നും പറയും. ഈ സമയത്താണ് അവർ സോഷ്യോ എക്കണോമിക് ലൈഫിലേക്ക് വന്നത്, ഒരു സ്ഥലത്ത് മാത്രം സെറ്റിലായത്.
സെറ്റിൽ മീൻസ് അവിടെ ഒരു ഫിക്സഡ് ആയിട്ട് സ്ഥിര താമസമായി മാറിയത് നിയോളത്തിക് ഏജിലാണ്. പിന്നെ അതുവരെ ഇവരിങ്ങനെ മാറി മാറി പോവുക. അതായത് അവിടെ ചിലപ്പോൾ മീനൊക്കെ പുഴവക്കത്താണെങ്കിൽ മീന് അങ്ങനെയുള്ള കുറച്ച് ജീവികളൊക്കെ പിടിച്ച് തിന്നും, മൃഗങ്ങൾ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളെ പിടിച്ച് തിന്നും, പിന്നെ എന്താ ഓടുകയാണ് അതിന് എറിഞ്ഞു വീഴ്ത്തും, മരങ്ങളിൽ നിന്ന് പഴങ്ങൾ പറിച്ച് തിന്നും. അങ്ങനെ പാലിയോളത്തിക് ഏജിൽ നിന്ന് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് വന്ന് ലാസ്റ്റ് നിയോളത്തിക് ആകുമ്പോൾ ദാറ്റ് ഈസ് ദ നോൺ ആസ് നിയോളത്തിക് റെവല്യൂഷൻ എക്സ്ട്രാ. ഓക്കെ, നിയോളത്തിക് റെവല്യൂഷൻ എന്ന പേരും കൂടി വിളിക്കുന്നുണ്ട്. അപ്പോൾ റെവല്യൂഷൻ മീൻസ് ചേഞ്ച് ആണ്. എന്ത് ചേഞ്ച്? എക്കണോമിക് ലൈഫ് ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ആൻഡ് കൾച്ചർ ലൈഫ് ഒക്കെ എന്ത് ചെയ്തു മാറി. ദ ചേഞ്ച് ഓഫ് ടേൺ റിസൾട്ട് ദ എമർജൻസ് ഓഫ് സെറ്റിൽഡ് അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റീസ്. പിന്നെ എന്തായി മാറി? അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റി, കാർഷിക സമൂഹം ഉയർന്നു വന്നു. ദ നിയോളത്തിക് പീപ്പിൾസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് പോട്ടറി ഓഫ് പർപ്പസ് ഓഫ് സ്റ്റോറീസ് ഓഫ് ഗ്രെയിൻ. അവർ പോട്ടറി ഉപയോഗിക്കാൻ തുടങ്ങി. എന്ത് പാത്രങ്ങൾ? എന്തിനാണ്? പിന്നീട് അവർക്ക് സേവ് ചെയ്യാൻ. ഗ്രാനറി മീൻസ് ധാന്യപ്പുര, ധാന്യങ്ങളൊക്കെ സേവ് ചെയ്ത് ഭാവിയിലേക്ക് അവർക്ക് ഭക്ഷണം വേണം എന്നുള്ള ചിന്ത. കാരണം ഇവർ സെറ്റിലായല്ലോ, ഫിക്സഡ് ആയല്ലോ. ഇനി അവർക്ക് ഒരു സ്ഥിരമായി. ഇനി അവർക്ക് മുന്നോട്ട് ഇനി നെക്സ്റ്റ് കൊടുങ്കാറ്റോ പേമാരിയോ ഒക്കെ വരുമ്പോൾ ആ സ്ഥലം ഉപേക്ഷിച്ച് വേറെ സ്ഥലത്തേക്ക് പോകും. പാലിയോളത്തിക് ഏജ് ആണെങ്കിൽ. പക്ഷെ നിയോളത്തിക് ആയപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? ആ മണ്ണ് തന്നെ വീണ്ടും വീണ്ടും കൾട്ടിവേറ്റ് ചെയ്താൽ എന്താവും? ഫലഭൂഷ്ടമായ മണ്ണായിരിക്കും. അവിടെ കൾട്ടിവേറ്റ് ചെയ്തത് എന്താക്കാം? കൊയ്യണം, വിതച്ചിട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് വിളകൾ അവരെടുത്തിട്ട് അവരത് യൂസ് ചെയ്യും. പിന്നെ അവർ വീണ്ടും അവിടെ തന്നെ ഉണ്ടാക്കാതെ അവർക്ക് മനസ്സിലായി. ആദ്യം അവരവിടെ ഉണ്ടാക്കില്ല, പിന്നെ പോവുക ചെയ്യുക. പിന്നെ അവരവിടെ സ്ഥിര താമസമായി. ടൂൾസ് ആൻഡ് നിയോളത്തിക് പീരീഡ്. നിയോളത്തിക് കൺസിസ്റ്റ് ഗ്രൗണ്ട് ടൂൾസ് ഹാവിംഗ് സ്മൂത്ത് സർഫേസ് ആൻഡ് വെൽ റൗണ്ടഡ് വിത്ത് സിമെട്രിക്കൽ ഷേപ്പ് ആൻഡ് ഗ്രൈൻഡിങ് മെയ്ഡ് ടൂൾസ് ഓഫ് ഷാർപ്പർ. ഇതാണ് മെയിൻ പോയിന്റ്. ദേ വേർ യൂസ്ഡ് ദ മെറ്റീരിയൽ ദാറ്റ് ഷാർപ്പർ ഇൻ മെയ്ഡ് ഓഫ് ടൂൾസ് ഓഫ് ഷാർപ്പർ, പോളിഷ്ഡ്, ഷാർപ്പഡ് ആൻഡ് പോളിഷ്ഡ്, മോർ എഫക്റ്റീവ് ദോസ് ദ ഏർലിയർ പീരീഡ്. കഴിഞ്ഞു പോയ കാലഘട്ടത്തെക്കാളും ഷാർപ്പറായിട്ട് ടൂൾസ് ഉപയോഗിക്കാനും പെട്ടെന്ന് മൃഗങ്ങളൊക്കെ എറിഞ്ഞു വീഴ്ത്താനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു മനസ്സിലായി. കാരണം അമ്പും വില്ലും ആരോ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുക, നിയോളത്തിക് പീരീഡ് ആയപ്പോഴേക്കും ഒരു നല്ല നല്ല പുതിയ പുതിയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഫിക്സഡ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാൻ തുടങ്ങി. പെട്ടെന്ന് ചേഞ്ച് ആവാത്ത രീതിയിൽ അവർ കൾട്ടിവേഷൻ തുടങ്ങി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോഷ്യോ എക്കണോമിക് ലൈഫിൽ ഫിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെറ്റിൽ ലൈഫാണ് നമ്മുടെ നിയോളത്തിക് ഏജിലുള്ള ആളുകളിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹിസ്റ്ററി എന്ന ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ.